എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് റീയൂസ് ഐഡിയാസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പഴയ വളകൾ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ഐഡിയാസാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ, കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണെങ്കിൽ എന്തായാലും കുറച്ചൊക്കെ വളകളൊക്കെ ഉണ്ടാവും. അതുപോലെ പണ്ട് നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ള വളകളൊക്കെ ഫാഷൻ പോയിട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കാതെയും എന്നാൽ നമുക്കത് കളയാനും തോന്നില്ല, അങ്ങനെയൊക്കെ ആയിട്ട് ബാക്കി ഉണ്ടാവില്ലേ. അപ്പോൾ ആ വളകളൊക്കെ നമുക്ക് എങ്ങനെ റീയൂസ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഞാനിപ്പോൾ കുറച്ച് വളകൾ എടുത്തിട്ടുണ്ട്. കൂടുതൽ വളകളും നമുക്ക് കളയാൻ തോന്നാതെ മാറ്റി വെച്ചിരുന്നതാണ്. ഫാഷൻ പോയിട്ടൊക്കെ പിന്നെ അത് ഉപയോഗിക്കാതെ ഒരു മോഡലൊക്കെ വരുമ്പോൾ പിന്നെ കുറച്ചൊക്കെ വാങ്ങും, പിന്നെ അത് ആർക്കും വേണ്ട, അങ്ങനെയൊക്കെ മാറ്റി വെച്ചിരുന്നതാണ്. ഇതിൽ നിന്നിപ്പോൾ ഏകദേശം ഒരുപോലുള്ള വളകളാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഒരേ മോഡലിലുള്ള കുറച്ച് വളകൾ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഈ വളകൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇത് ഒരേ മോഡലിലുള്ളതായതുകൊണ്ട് തന്നെ കളർ ഡിഫറെൻ്റ് ആയാലും ഒരു വൃത്തിയുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നിന് മുകളിൽ അങ്ങനെ ഒട്ടിക്കുമ്പോൾ പ്രത്യേകിച്ച് അതിനൊരു കവറിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടേപ്പോ അല്ലെങ്കിൽ വുളൻ ത്രെഡൊക്കെ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് ഞാൻ ഇനി അടുത്തൊരു സ്റ്റെപ്പിൽ കാണിച്ചു തരാം കേട്ടോ, ഈ വീഡിയോയിൽ തന്നെ. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇത് ഇങ്ങനെ ഒട്ടിച്ചാൽ മതി. ദേ ഇതുപോലെയാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ വെക്കാനായിട്ട് ഒരു റൗണ്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു പഴയ ഇൻവിറ്റേഷൻ കാർഡിൻ്റെ കവറിൽ നിന്നാണ് ഞാനിതിപ്പോൾ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ആ റൗണ്ടും ഇതിൽ അടിയിലായിട്ട് ഫിറ്റ് ചെയ്ത് വെക്കാം. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ലേസാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. നമുക്ക് ഒരുപാട് ഡെക്കറേഷൻ ആവശ്യമുള്ള ലേസുകളൊക്കെ ആമസോണിൽ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അത്ര വിലയൊന്നുമില്ല, കുറച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഇതുപോലത്തെ തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ള സിമ്പിളായിട്ടുള്ള ലേസോ ഒക്കെ വെച്ചാലും മതി. അഥവാ ഇനിയിപ്പോൾ ഒട്ടിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ വേസോ അല്ലെങ്കിൽ പെൻ ഹോൾഡറോ എന്തോ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നല്ല ഭംഗിയിൽ ഇത് നമുക്ക് വെക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്തൊരു ഐഡിയ നോക്കാം. ഇതിപ്പോൾ ഒറ്റവളയായിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 6 എണ്ണം എടുത്തിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ഓർഗനൈസർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. സേഫ്റ്റി പിന്നോ കമ്മലോ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഇട്ട് വയ്ക്കാനൊക്കെ ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കാം. കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് വളയാലും നമുക്കിങ്ങനെ കവർ ചെയ്യുമ്പോൾ അതറിയില്ല. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെൻസിലില്ലെങ്കിൽ പഴയ പെന്നായാലും നമുക്കിങ്ങനെ കവർ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് അടുത്തൊരു ഐഡിയ നോക്കാം. ഇങ്ങനെ ഗോൾഡൻ കളറിലുള്ള ടേപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഡെക്കറേറ്റീവ് ടേപ്പ് എന്ന് നിങ്ങൾ ആമസോണിൽ അടിച്ചു കൊടുത്താൽ ഇങ്ങനത്തെ ടേപ്പുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. 7 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ വില. അതല്ലാതെയും ഇപ്പോൾ നമുക്ക് നാട്ടിലൊക്കെ ഫാൻസി ഷോപ്പിലും ഒക്കെ ഇതിപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അത് കിട്ടാൻ ഒട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് ഞാൻ കവർ ചെയ്തെടുക്കുകയാണ്. വേണമെങ്കിൽ ഫുള്ളായിട്ട് കവർ ചെയ്യാം. ഞാനൊരു ഡിസൈൻ പോലെ ഇങ്ങനെ അകത്തിയായിട്ടാണ് ചുറ്റിയെടുക്കുന്നത്.
നമ്മുടെ കുട്ടി ഫോട്ടോ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല ഭംഗിയിൽ ഇങ്ങനെ ഫോട്ടോസൊക്കെ ടേബിളിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മുകളിലോ ടി വിയുടെ മുകളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. ഷോക്കേസിലൊക്കെ ചെറിയ കുട്ടികളുടെയൊക്കെ ഫോട്ടോസൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. ഇതിനേക്കാളും നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ ഞാൻ പൊടിയാവാതിരിക്കാൻ OHP ഷീറ്റാണ് കട്ട് ചെയ്തിട്ട് മുന്നിൽ കൊടുത്തത്. അത് നിങ്ങൾക്ക് 2 രൂപ കൊടുത്താൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് തന്നെ ശരിക്കും ഗ്ലാസ് പോലെ തോന്നിക്കും. നമ്മൾ സ്വന്തമായിട്ട് ഫോട്ടോ ഫ്രെയിമൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനത്തെ ഷീറ്റ് വാങ്ങിച്ചാൽ മതി. അപ്പോൾ പിന്നെ പൊടിയാവും എന്നുള്ള പ്രശ്നമില്ല. ഇനിയിപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാം. ഇതുപോലത്തെ കമ്പി പോലത്തെ വളയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലയർ വെച്ച് കട്ട് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ നല്ല ഈസി ആയിട്ടൊരു എസ്കൊളുത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സാധനങ്ങളൊക്കെ ഹാങ് ചെയ്തിടാൻ നമ്മൾ എസ്കൊളുത്ത് സാധാരണ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടാറുണ്ട്. അതിന് പകരം നമുക്ക് ഇത് യൂസ് ചെയ്യാം. കണ്ടോ, ഇതുപോലെ നമുക്ക് വെയിറ്റ് കുറഞ്ഞ സാധനങ്ങളൊക്കെ ഇതിലെന്തെങ്കിലും കബോർഡിലോ ഒക്കെ നമുക്ക് ഹാങ് ചെയ്യാനായിട്ട് ഇത് എടുക്കാം. ഇനി നമുക്ക് അടുത്തൊരു ട്രിക്ക് നോക്കാം. ആദ്യം ഒരു ഹാങ്ങർ എടുക്കുക, പിന്നെ കുറച്ച് വളകൾ എടുക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കാം. നമുക്കൊന്ന് കെട്ടുകയോ അല്ലെങ്കിൽ ടേപ്പ് വെച്ച് ഒട്ടിക്കുകയോ ചെയ്യാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചുകൊണ്ട് മാത്രം ഇത് നിൽക്കില്ല. നമുക്ക് എന്തായാലും ഒരു വള്ളി വെച്ച് കെട്ടുക അല്ലെങ്കിൽ ടേപ്പ് വെച്ച് നന്നായിട്ട് മുറുക്കി ചുറ്റി കൊടുക്കുകയോ വേണ്ടി വരും. അപ്പോൾ നല്ലൊരു ഓർഗനൈസറാണ് ഇവിടെ തയ്യാറായത്. ഇതുപോലെ ഒരു ലെയർ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വളകൾ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ വളകൾ വല്ല വുളൻ ത്രെഡൊക്കെ വെച്ച് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് ജസ്റ്റ് സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തത്. ഇതിൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ ബെൽറ്റുകളോ കർച്ചീഫോ സോക്സോ ഒക്കെ ഇങ്ങനെ ഓരോ റിങ്ങിലും ഓരോന്നും കൊളത്തിയിടാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ കട്ട പിടിക്കില്ല, പേർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവില്ല. സോക്സിൻ്റെയൊക്കെ ഓർഗനൈസർ നമുക്ക് നമ്മുടെ കബോർഡിൻ്റെ ഉള്ളിൽ ഹാങ് ചെയ്തിടുകയും ചെയ്യാം. വളരെ ഹെൽപ്ഫുള്ളാണിത്. എന്തായാലും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ള എല്ലാ ഐഡിയാസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള രീതികളാണ് ഇതൊക്കെ. ഇനിയും ഒരുപാട് ഐഡിയാസൊക്കെ ഉണ്ട്. അതിനി മറ്റൊരു അവസരത്തിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഇതുപോലെ ഞാൻ ഒരുപാട് റീയൂസ് ഐഡിയാസ് മുമ്പും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പഴയ കുട വെച്ചിട്ട് 2 ഐഡിയാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണത്. ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളതിലിപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വളകളാണെങ്കിൽ മാത്രം നിങ്ങൾ വുളൻ്റെ ത്രെഡൊക്കെ വെച്ചിട്ട് കവർ ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വളരെ ഈസിയാണല്ലോ, സിമ്പിളായിട്ട് എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഗ്ലൂ ഗണ്ണിനെ കുറിച്ച് ഇപ്പോഴും ഓരോരുത്തരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഗ്ലൂ ഗൺ ഏതാണ് നല്ലതെന്നൊക്കെ. അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു നല്ല ബ്രാൻഡൊന്നുമല്ല എൻ്റെ കയ്യിലുള്ളത്. ഒരു സാധാരണ ഗ്ലൂ ഗണ്ണാണ്. ഞാൻ ഇതിൻ്റെ ചെറുതും വലുതും യൂസ് ചെയ്തിട്ടുണ്ട്. ചെറുത് എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. ഈ വലിയ ഗ്ലൂ ഗണ്ണാണ് കുറച്ചുകൂടി നന്നായിട്ട് ഫ്ലോയിൽ ആ ഒരു ഗമ്മ് വരാനും ഗമ്മൊക്കെ നന്നായിട്ട് ഒട്ടാനും നല്ലത്. പിന്നെ അപ്പോൾ നിങ്ങളും ഇനി വാങ്ങുകയാണെങ്കിൽ വലുത് വാങ്ങിയാൽ മതി എന്നാണ് എൻ്റെ ഒരു സജഷൻ. കാരണം നമുക്ക് ചെറുതിനേക്കാളും കൂടുതൽ നന്നായിട്ട് ഒട്ടുന്നത് വലുത് ഉപയോഗിച്ച് ഒട്ടിക്കുമ്പോഴാണ്. പിന്നെ നന്നായിട്ട് ഗ്ലൂ വരുന്ന സമയത്ത് തന്നെ ഒട്ടിക്കുക. നമ്മൾ ഓഫ് ചെയ്തിട്ടൊക്കെ ചെയ്യുമ്പോൾ ഗ്ലൂവിൻ്റെ ഒരു കുറച്ച് കട്ടി വരും. അപ്പോൾ അത് ശരിക്കും ഒട്ടുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ എല്ലാവരും ഒരു ഗ്ലൂ ഗണ്ണൊക്കെ വാങ്ങിക്കുക. എന്നിട്ട് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും അത്. എന്തായാലും ക്രാഫ്റ്റുകളൊക്കെ നമുക്ക് ഒരുപാട് ചെയ്യാമല്ലോ ഒരിക്കൽ വാങ്ങിക്കഴിഞ്ഞാൽ. ഗ്ലൂ ഗണ്ണിനെ കുറിച്ച് ഇപ്പോഴും എല്ലാവരും ചോദിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്ത് പറയുന്നത്. ഗ്ലൂ ഗണ്ണിനെ കുറിച്ചിട്ട് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾ കാണാത്തവരത് കണ്ടു നോക്കിയാൽ മതി. ഒരുവിധം എല്ലാ സംശയവും അത് കാണുമ്പോൾ മാറും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോനൊരു ലൈക്ക് തരിക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.